ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ മലബാർ സ്പെഷ്യലായിട്ടുള്ള കോഴിയടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ 1.5 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. അത് ചെറിയ ചെറിയ പീസുകളാക്കി ഇതേപോലെ എടുക്കുക. എല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി ഇതേപോലെ എടുക്കുക. കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ, നന്നായിട്ട് വേവിച്ചിരിക്കുന്ന കാരണം. പിന്നീട് അതിലോട്ട് 1.5 സ്പൂണോളം മുളക് പൊടി ചേർക്കുക. ഈസ്റ്റേൻ്റെ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിൽ ഉപ്പ് ചേർത്താണ്, ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പെരിഞ്ചീരകം ചെറുതായിട്ട് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം ക്രഷ് ചെയ്ത മുളകും കൂടെ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. പിന്നീട് നമുക്കിതിന് ഡോ തയ്യാറാക്കാം. 2 കപ്പ് മൈദ എടുത്തു. ആ മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നീട് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തു. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഉപ്പ് എല്ലാ രീതിയിലും സ്പ്രെഡ് ആകാനായിട്ടാണ് ഇങ്ങനെ യോജിപ്പിക്കുന്നത്. പിന്നീട് നോർമൽ വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് ലൂസായി പോവും. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു 30 മിനിറ്റോളം മാറ്റി വെക്കുക അടച്ച്. പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒത്തിരി കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷമുള്ളതാണിത്. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് ചട്ടി വെച്ചു. അതിലോട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ചേർത്തു. അതിൽ പച്ചപ്പ് മണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം, അധികം കരിഞ്ഞു പോകാതെ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പച്ചമുളകും ചെറുതായി എരിഞ്ഞ കരിവേപ്പിലയും കൂടെ ചേർത്തു. പച്ചമുളകിനും കരിവേപ്പിലയും പച്ചമണം മാറിയിരിക്കണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മാറിയിരിക്കണം. പിന്നീട് 2 സബോള ചെറുതായി അരിഞ്ഞത് ഇതിലോട്ട് ചേർത്തു. ഉപ്പ് ഒരല്പം ചേർത്തു. ഓൾറെഡി നമ്മുടെ ചിക്കനും മാവിനും എല്ലാം ഉപ്പ് ആഡ് ചെയ്തതുകൊണ്ട് ഒരല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നീട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ കറക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. ഏകദേശം ഈ ചിക്കനിലെ വെള്ളമയെല്ലാം നന്നായിട്ട് മാറണം കേട്ടോ, എങ്കിൽ മാത്രമേ ഈ സ്നാക്സ്, അതായത് കോഴിയട ഒത്തിരി ദിവസം ഇരിക്കുകയുള്ളൂ. അതിൽ വെള്ളമയെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ ഡോവ് ഇതേപോലെ പരത്തിയെടുക്കുക. ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. പിന്നീട് ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചെറിയ റൗണ്ടാക്കി ഇതേപോലെ ഒന്ന് എടുക്കുക. പിന്നീട് അതിലോട്ട് ഫില്ലിങ് വെക്കുക. നമ്മുടെ ചിക്കൻ ഫില്ലിങ് വെക്കുക. രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. പ്രസ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇത്. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് അതിലോട്ടിടുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിയാനായിട്ട് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് തിരിച്ചും കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നന്നായിട്ട് 2 സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്.
രണ്ട് സൈഡ് നന്നായിട്ട് മുറിച്ചതിന് ശേഷം ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷമുള്ളതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഴിയുടെ ഇരയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. 4 മണിക്കൊക്കെ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മലബാറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഴിയടയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ജസ്റ്റ് ഒന്നിത് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടോ, ഫില്ലിംഗ് ഒക്കെ എന്നെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന്. വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു അടിപൊളി വീഡിയോയുമായി കാണുന്ന നമ്പർ. ഓക്കെ, ബൈ, താങ്ക് യു.